ഗവൺമെൻറ് TTI മണക്കാടിൻ്റെ പുതിയ മന്ദിരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. തലസ്ഥാന നഗരിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗവൺമെൻറ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണക്കാടിൻ്റെ പുതിയ ബഹുനില മന്ദിരം നാടിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ന് നമ്മൾ ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഒരു കെട്ടിടം എന്നത് കേവലം ഇഷ്ടികയും സിമൻറ്റും ചേർത്ത് ഒരു നിർമ്മിതി മാത്രമല്ല, അത് ഒരു നാടിൻ്റെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രതീകമാണ്. പ്രത്യേകിച്ച് ഒരു വിദ്യാലയത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ തുറക്കുന്ന ഒരിടമായി മാറുകയാണ്. മികച്ച ഭൗതിക സാഹചര്യങ്ങൾ, മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പുതിയ കെട്ടിടം ഇവിടെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അത് നമ്മുടെ വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും എക്കാലത്തും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള പദ്ധതികളിലൂടെ നമ്മുടെ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് കോടി രൂപയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നീക്കിവെക്കുന്നത്. ഈ പുതിയ മന്ദിരം ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ ചവിട്ടുപടിയാണ്. ഒരു ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് കേവലം ബിരുദധാരികളെ സൃഷ്ടിക്കുന്നവരുടെ മാത്രമല്ല, മറിച്ചൊരു തലമുറയെ വാർത്തെടുക്കുന്ന ശില്പികളെ രൂപപ്പെടുത്തുന്ന പുണ്യസ്ഥലമാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ അധ്യാപക വിദ്യാർത്ഥികളുടെയും കൈകളിലാണ് നമ്മുടെ നാളത്തെ കേരളത്തിൻ്റെ ഭാവി. ക്ലാസ് മുറികളിൽ നിങ്ങൾ പകരുന്ന അറിവും മൂല്യങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നട്ടെല്ലായി മാറുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് അധ്യാപന രീതികളും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അധ്യാപകൻ എന്നത് കേവലം അറിവ് പകർന്നു നൽകുന്ന ഒരാൾ മാത്രമല്ല, കുട്ടികളുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന, അവരുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വഴികാട്ടി കൂടിയാണ്. പുതിയ സാങ്കേതിക വിദ്യകളെയും പഠനരീതികളെയും സ്വയത്തമാക്കി ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള വിദ്യാർത്ഥികളോടും കിടപിടിക്കുവാൻ നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഈ പുതിയ ഘട്ടത്തിലെ ആധുനിക സൗകര്യങ്ങൾ അത്തരം പുതിയ പഠന രീതികൾക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നന്ദി, നമസ്കാരം.